പോലീസിന് ഗുണ്ടാ നേതാവിന്റെ ഭീഷണി. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും ബോംബ് വെച്ച് തകർക്കുമെന്നാണ് ഫോണിൽ ഭീഷണി സന്ദേശം വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഗുണ്ടാ നേതാവ് തീക്കാട്ട് സാജനെതിരെ പോലീസ് കേസെടുത്തു. കോർപ്പറേഷൻ മേയറുടെ നിരന്തരമായ സുരേഷ് ഗോപി പ്രശംസയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി സിപിഐ. മേയർ എം കെ വർഗീസ് സ്ഥാനം ഒഴിയണമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ്. മേയർ എം കെ വർഗീസ് സ്ഥാനം ഒഴിയണമെന്നുള്ളത് സിപിഐയുടെ അഭിപ്രായമാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ്. കരുവന്നൂർ കള്ളപ്പണ കേസിലെ രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നതിനിടെയാണ് രേഖകൾ ഇഡി കസ്റ്റഡിയിലെടുത്തത്. കൊരട്ടി ചിറങ്ങരയിൽ വീട് കുത്തിത്തുറന്ന കവർച്ച. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 35 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 8000 രൂപയും കവർന്നു. ജലവിതരണ വകുപ്പും കരാറുകാരനും തമ്മിൽ തർക്കം. കുടിവെള്ളം മുട്ടി വടക്കാഞ്ചേരി വീരോലിപ്പാടം ചെന്നിക്കര മേഖലയിലെ 200ഓളം കുടുംബങ്ങൾ. ആൽത്തറയിൽ ഉറങ്ങിക്കിടന്ന ആളെ തൊട്ടുരുമി ഇഴഞ്ഞു നീങ്ങി പാമ്പ്. പാമ്പിഴഞ്ഞു നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ വൈറലായി. ദേശീയപാത മണ്ണുത്തി മുടിക്കൂടിൽ ഗതാഗതക്കുരുക്ക് നിത്യസംഭവമാകുന്നു. സർവീസ് റോഡിലെ കുഴി അടയ്ക്കാത്തതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കുന്നത്. വാർത്തകൾ വിശദമായി. പോലീസിന് ഗുണ്ടാ നേതാവിന്റെ ഭീഷണി. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും ബോംബ് വെച്ച് തകർക്കുമെന്നാണ് ഫോണിൽ ഭീഷണി സന്ദേശം വന്നത്. ഗുണ്ടാ നേതാവിനെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലേക്കാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും കമ്മീഷണർ ഓഫീസും ബോംബ് വെച്ച് തകർക്കുമെന്ന് ഫോണിൽ ഭീഷണി സന്ദേശം വന്നത്. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു ഫോൺ വിളി വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഗുണ്ടാ നേതാവ് തീക്കാട്ട് സാജനെതിരെ വെസ്റ്റ് പോലീസ് കേസെടുത്തു. ഗുണ്ടാ നേതാവിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം തേക്കിൻകാട് മൈതാനിൽ കാപ്പയുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസിൽപ്പെട്ട തീക്കാട്ട് സാജൻ ആവേശം സിനിമാ മോഡലിൽ പിറന്നാൾ ആഘോഷം നടത്താനുള്ള ശ്രമം സിറ്റി പോലീസ് നടത്തിയ ചടുല നീക്കത്തിൽ പൊളിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലേക്ക് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. 30 സംഘമാണ് പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. ഗുണ്ടാ നേതാവ് എത്തും മുമ്പ് സംഭവം അറിഞ്ഞെത്തിയ പോലീസ് 30 സംഘത്തെ വളഞ്ഞു പിടികൂടി. പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയവരിൽ 17ഓളം പേർ പ്രായപൂർത്തിയാകാത്തവരാണെന്ന് കണ്ടെത്തിയതോടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയ ശേഷമാണ് വിട്ടയച്ചത്. മറ്റുള്ളവർക്കെതിരെ സംഘം ചേർന്ന് ഒത്തുകൂടിയതിനെ കേസെടുത്ത ശേഷം വിട്ടയക്കുകയും ചെയ്തു. അതേസമയം ഗുണ്ടകൾക്കെതിരെ വീണ്ടും നടപടി ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് സിറ്റി പോലീസ്. കഴിഞ്ഞ മെയ് മാസത്തിൽ കൊട്ടേക്കാട് പാടത്ത് ഗുണ്ടാ സംഘം ഒത്തുകൂടി പാർട്ടി നടത്തിയത് പോലീസിന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് സ്ഥാനം ഒഴിയണമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ്. മേയറുടെ നിരന്തരമായ സുരേഷ് ഗോപി പുകഴ്ത്തലിൽ കടുത്ത അതൃപ്തിയുമായി സിപിഐ രംഗത്ത്. മേയർ സുരേഷ് ഗോപി പരസ്പര പുകഴ്ത്തൽ ഇടതുമുന്നണിയിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പരസ്യ പ്രതികരണവുമായി സിപിഐ രംഗത്ത് വന്നത്. ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന മേയറിൽ നിന്നും ഇത്തരമൊരു സമീപനം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. തെരഞ്ഞെടുപ്പിലെ മുഖ്യ പരാജയ കാരണം ഇതല്ലെങ്കിലും കാരണങ്ങളിൽ ഒന്നിതാണ്. മേയർക്ക് സുരേഷ് ഗോപിയോട് മനസ്സിൽ ആരാധനയാണെന്ന് പറഞ്ഞ സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് LDFിലെ മുൻധാരണ പ്രകാരം തൽസ്ഥാനത്ത് നിന്ന് മേയർ ഒഴിയണമെന്നും ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ സുരേഷ് ഗോപിയെ ഏറ്റവും സ്വീകാര്യനായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മേയർ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്ന സന്ദർഭം ഉണ്ടായി. വീണ്ടും തുടർച്ചയായിട്ട് അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ വരുന്നുണ്ട്. മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള വലിയ ആരാധനയും അതിലൂടെ BJP രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നടപടിയും ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അക്കാര്യത്തിൽ CPIക്ക് കടുത്ത പ്രതിഷേധവും എതിർപ്പുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങൾ വിലയിരുത്തുന്നതിൽ മേയറുടെ ഈ വിഷയം ഒരു പ്രധാന ഘടകമായിട്ട് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് അതുമാണ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം അംഗീകരിച്ച് അതിൻ്റെ പിന്തുണ സ്വീകരിക്കുന്ന ഒരു മേയറാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നൊരു മേയർ ചെയ്യേണ്ടത് അദ്ദേഹം പദവി ഒഴിഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ പുതിയ മേയർക്ക് പിന്തുണ നൽകുന്ന സമീപനം സ്വീകരിക്കുകയാണെന്നാണ്. അതേസമയം MPയും കേന്ദ്രമന്ത്രി എന്ന നിലയിലും സുരേഷ് ഗോപി മണ്ഡലത്തിൽ കൊണ്ടുവരുന്ന വികസനങ്ങളെ എതിർക്കുന്നില്ലെന്നും വത്സരാജ് കൂട്ടിച്ചേർത്തു. CPIയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപി ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് കോർപ്പറേഷനിലൊക്കെ കൊണ്ടുവരുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വിരോധമുള്ള കാര്യമല്ല. രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ അത്തരം കാര്യങ്ങൾ കാണുന്നത്.
CPM വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന ആരോപണം തള്ളിയ വത്സരാജ് ഇടതുമുന്നണിയിൽ CPM-ഉം CPI-യും തമ്മിൽ ഭിന്നതയില്ലെന്നും വ്യക്തമാക്കി. ഇടതുപക്ഷ മുന്നണിക്കകത്ത് CPI CPM തമ്മിലൊരു ഭിന്നതയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്നാൽ സ്ഥാനമൊഴിയണമെന്ന CPI-യുടെ ആവശ്യത്തിന് മേയറോട് മാധ്യമങ്ങൾ മറുപടി തേടിയെങ്കിലും പ്രതികരിക്കാതെ അദ്ദേഹം ഒഴിഞ്ഞുമാറി. സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച MK വർഗീസിന്റെ പിന്തുണയിലാണ് ഭൂരിപക്ഷമില്ലാത്ത LDF കോർപ്പറേഷൻ ഭരണം നിലനിർത്തി പോകുന്നത്. മുന്നണി വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന മേയറെ ചൂണ്ടിക്കാട്ടി CPM BJP ധാരണ ആരോപണം ആവർത്തിക്കുകയാണ് കോൺഗ്രസ് പ്രതിപക്ഷം. TCV തൃശൂർ. മേയർ MK വർഗീസ് സ്ഥാനം ഒഴിയണമെന്നുള്ളത് CPI-യുടെ അഭിപ്രായമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. മേയർ സുരേഷ് ഗോപിയെ പുകഴ്ത്തിയത് രാഷ്ട്രീയപരമായി അല്ലെന്ന് മേയർ തന്നെ വ്യക്തമാക്കിയിരുന്നുവെന്നും MM വർഗീസ് പറഞ്ഞു. അവരുടെ അഭിപ്രായം പറഞ്ഞില്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. നിങ്ങൾ പറയണോ, അത് അവരുടെ ഒരു അഭിപ്രായമായിട്ട് നിൽക്കട്ടെ. സുരേഷ് ഗോപി അങ്ങനെ വ്യക്തിപരമായിട്ട് അയാളൊരു BJP കാരനല്ലേ, നമുക്ക് അങ്ങനെയല്ലേ കാണുന്നത്. ഞങ്ങളങ്ങനെ കാണുന്നു. മേയർക്ക് അങ്ങനെ കണ്ടുകൊള്ളുന്ന വെച്ചാൽ മേയർ അതിനപ്പുറമായിട്ട് മേയർ പറഞ്ഞത് ഞാൻ ഇടതുപക്ഷക്കാരനാണെന്നല്ലേ പറഞ്ഞു. അതിനപ്പുറത്ത് അവർ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടോ ഇല്ലയോ ഇതൊന്നും എനിക്ക്. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് മേയർ MK വർഗീസിനോട് രാജിവെക്കാൻ പരസ്യമായി ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ CPI-യുടെ പിന്തുണ മേയർക്ക് നഷ്ടപ്പെട്ടതായി പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മേയർ ഉടൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും മുന്നോട്ടു പോയിരുന്ന മേയറെ തൊഴുത് മനം മടുത്ത് സഹികെട്ട് മുന്നോട്ടു പോയിരുന്ന CPI കൌൺസിലർമാർക്കും CPI ജില്ലാ നേതൃത്വത്തിനും വൈകിയാണെങ്കിലും വിവേകം വെച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. എന്നാൽ CPI-യുടെ തീരുമാനത്തിന് പുല്ലുവില പോലും CPM ജില്ലാ നേതൃത്വം നൽകിയില്ലെന്നും LDF-ലെ മുഴുവൻ ഘടകകക്ഷികളും എതിർത്താലും CPM BJP ബാണ്ഡവം മേയറെ ചേർത്ത് പിടിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. കരുവന്നൂർ കള്ളപ്പണക്കേസിലെ രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകാൻ ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകി. ക്രൈംബ്രാഞ്ച് ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് രേഖകൾ കൈമാറാനാണ് നിർദ്ദേശം. 2 മാസത്തിനുള്ളിൽ രേഖകളിന്മേലുള്ള പരിശോധനകൾ പൂർത്തിയാക്കണമെന്ന് ക്രൈംബ്രാഞ്ചിന് കോടതി നിർദ്ദേശം നൽകി. രേഖകൾ ആവശ്യപ്പെട്ട് സർക്കാർ കോടതിയെ സമീപിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് രേഖകൾ നിർണായകമാണെന്നായിരുന്നു സർക്കാർ വാദം. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നതിനിടെയാണ് ED രേഖകൾ കസ്റ്റഡിയിലെടുത്തത്. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഹൈറിച്ച് കമ്പനിയുടെ സംഭാവന സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച കേരളീയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മറവിൽ മണി ചെയിൻ മാതൃകയിൽ നിക്ഷേപകരുടെ 3141 കോടി രൂപ തട്ടിയെടുത്തെന്ന കേസ് തുടരുകയാണ്. സംഭവത്തിൽ ഹൈറിച്ച് MDയെ ED കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. തട്ടിയെടുത്ത തുകയിൽ വലിയൊരു ഭാഗം ഹവാലായി വിദേശത്തേക്ക് കടത്തിയതായി പറയുന്നു. കൊരട്ടി ചിറങ്ങരയിൽ വീട് കുത്തിത്തുറന്ന് 35 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 8000 രൂപയും കവർന്നു. ചിറങ്ങര ജാതി റോഡിലെ ചെമ്പകശ്ശേരി പ്രകാശിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീടിന്റെ പിൻഭാഗത്തെ ജനൽ കമ്പികൾ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. അലമാരയിൽ ചോറ്റുപാത്രത്തിലിട്ട് സഞ്ചിയിലാക്കി വെച്ചിരുന്ന ആഭരണങ്ങളാണ് മോഷണം പോയത്. ജനൽ കമ്പി പൊളിക്കാൻ ഉപയോഗിച്ച ഇരുമ്പിന്റെ പിക്കാസ് വീടിന് സമീപം കണ്ടെത്തിയിട്ടുണ്ട്. സമീപത്തെ വീട് നിർമ്മാണം നടക്കുന്നിടത്തു നിന്നും എടുത്തതാണ് പിക്കാസ്. പുലർച്ചെ 2:30 ഉണർന്ന പ്രകാശിന്റെ ഭാര്യ സുനിതയാണ് പിൻഭാഗത്ത് മുറിയിൽ ലൈറ്റ് കണ്ട് വാതിൽ തുറന്നു നോക്കിയത്. കൊരട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. റിട്ടയർഡ് റെയിൽവേ ഉദ്യോഗസ്ഥനാണ് പ്രകാശൻ. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഞാനിങ്ങോട്ട് കടന്ന വശം അപ്പോൾ ഡോറ് ഞാൻ എന്തോ ഇന്നലെ ലൈറ്റ് ഓഫാക്കിയില്ലെന്ന് വെച്ചിട്ട് തുറന്നതാണ്. തുറന്നപ്പോഴാണ് കാണുന്നത് തുണികളെല്ലാം വറച്ച് വാരിട്ടേക്കണ, ഗ്രില്ല് കമ്പിയൊന്നും കാണാനില്ല, കോടാലി അവിടെ ഇരിക്കുന്നത് കാണുന്നത്. ഒന്നാമത് ചെവിയിൽ പഞ്ഞിയൊക്കെ വെച്ച് ഇതൊക്കെ സ്കാഫ് കെട്ടിയിട്ടൊക്കെ കിടക്കണത്. അത് കാരണം ഒരു ശബ്ദവും ഞങ്ങൾ അറിഞ്ഞില്ല. ആൾ മരുന്ന് കഴിച്ചിട്ട് കിടക്കാം. അപ്പോൾ ഗുളിയൊക്കെ കൊടുത്ത് കഞ്ഞി പിടിച്ച് കിടന്നതാണ്. കൊടുങ്ങല്ലൂരിന് സമീപം കോതപറമ്പിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന മോഷണം. വീടിന്റെ അടുക്കള വാതിൽ കുത്തിത്തുറന്ന മോഷ്ടാവ് അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണക്കമ്മൽ, 1000-ഓളം രൂപ, വെള്ളി നാണയം തുടങ്ങിയവ കവർന്നു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ചെറായി പടിഞ്ഞാറേക്കര CB ജയലക്ഷ്മി വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ സ്ഥലത്തില്ലാത്ത സമയത്തായിരുന്നു കവർച്ച. ഇന്ന് രാവിലെ വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാതില് ലോക്ക്
തുറന്നിട്ടൊന്നുമില്ല, ശരിക്കും ലോക്ക് ചെയ്തിട്ടിരിക്കും. നോക്കിയപ്പോൾ എൻ്റെ അലമാരി തുറന്ന സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടിട്ടുണ്ടായി, ബാഗും സാധനങ്ങളൊക്കെ ബെഡിലേക്ക് ഇട്ടിട്ടുണ്ടായി. മുറി പോയപ്പോൾ വേറെ 2 മുറിയിലെ അലമാരി തുറന്ന് സാധനങ്ങൾ ഇട്ടിരുന്നു. ഒരലമാരിയിൽ ചേച്ചിയുടെ ഒരു കമ്മലുണ്ടായി, എൻ്റെ ഷൈല ചേച്ചിയുടെ കമ്മലുണ്ടായി. 1,800 രൂപ ഉണ്ടായി. ആ കമ്മലിൻ്റെ ചപ്പോടി കൊണ്ടുപോയി അലമാരിയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ മേശപ്പുറത്ത് അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. പള്ളിയിൽ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇരിങ്ങാലക്കുട കൽപ്പറമ്പ് സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. ദേവാലയത്തിന്റെ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് ഭണ്ഡാരം കുത്തി തുറന്ന് പണം അപഹരിക്കുകയായിരുന്നു. സംഭവത്തിൽ കാട്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജലവിതരണ വകുപ്പും കരാറുകാരനും തമ്മിൽ തർക്കം. കുടിവെള്ളം മുട്ടി വടക്കാഞ്ചേരി വീരോലിപ്പാടം ചെന്നിക്കര മേഖലയിലെ 200ഓളം കുടുംബങ്ങൾ. ജലവിതരണ വകുപ്പും കരാറുകാരനും തമ്മിലുള്ള തർക്കം തുടരുന്നതാണ് പൊതുജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചത്. പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ യോജന പദ്ധതിയിൽ തെക്കുംകര പഞ്ചായത്തിലെ പുന്നമ്പറമ്പ് മുതൽ ചെന്നിക്കര വരെയുള്ള റോഡ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനിടെയാണ് റോഡിന് താഴെ പൈപ്പ് പൊട്ടിയതായി അറിയുന്നത്. തുടർന്ന് വാട്ടർ അതോറിറ്റി വീരോലിപ്പാടം സെന്ററിൽ വാൽവ് അടച്ചു. ഇതോടെ വനപ്രദേശ പരിസരമായ വീരോലിപ്പാടം മുതൽ ചെന്നിക്കര വരെയുള്ള 200ഓളം കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. മഴക്കാലത്ത് പോലും വേറെ സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം എത്തിക്കേണ്ട അവസ്ഥയിലാണ് പലരും. ടീമോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നമ്മളെ വട്ടം ചുറ്റിക്കും. ജനങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരടക്കം പഠിക്കാൻ കൂടെ പിള്ളേരുണ്ട്. രാവിലെ സ്കൂളിൽ പോകണം, അവർ കുളിക്കണം. വെള്ളമില്ലാത്തതിന്റെ അവസ്ഥ അറിയാലോ. ചിലർക്ക് ഈ ഒരു വെള്ളത്തെ മാത്രം ആശ്രയിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഈ കഷ്ടപ്പാട് വെള്ളം ചുമക്കാണ്. ഈ മഴക്കാലത്തും വെള്ളം ചുമക്കാന്ന് പറയുമ്പോൾ അത് എവിടെയെങ്കിലും ഉണ്ടോ? പൈപ്പ് നന്നാക്കുന്നതിനായി റോഡ് പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തിന് പരിഹാരമായി ജലവിതരണ അതോറിറ്റി തുക നൽകാമെന്ന് പറഞ്ഞെങ്കിലും കരാറുകാരൻ വിസമ്മതിച്ചുവെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾക്ക് ഇവിടെ 2 മാസമായിട്ട് വെള്ളമില്ല. വെള്ളം വെച്ചാൽ ഈ റോഡ് പണിക്കാരും പാട്ടോറ്റിയും തമ്മിലുള്ള തർക്കത്തിലാണ് ഇത് കുഴിച്ചിട്ടിട്ട് കുറെ കാലമായി. ഇവിടെ ഒരു 10-60 വീട്ടുകാർക്ക് വെള്ളമില്ല. ഞങ്ങൾ പല അവരുടെ ഓഫീസുമായിട്ടൊക്കെ വന്നപ്പോഴും അവർ പറയണത് നിങ്ങൾ മെമ്പറായിട്ട് വന്നപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. 1.5 ലക്ഷം രൂപയാണ് കരാറുകാരൻ ആവശ്യപ്പെടുന്നത്. റോഡ് ഈ പ്രദേശത്ത് 6 അടിയോളം ഉയർത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനാൽ പൈപ്പ് അത്രയും താഴെയാണുള്ളത്. ഇതിനിടെ പരിശോധനയ്ക്കായി കുഴിച്ച കുഴി അപകട ഭീഷണിയായി തുടരുകയാണ്. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. TCV വടക്കാഞ്ചേരി. അമ്പലപ്പറമ്പിലെ ആൽത്തറയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആളുടെ സമീപത്തുകൂടി പാമ്പിഴഞ്ഞു പോകുന്ന ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള ആൽത്തറയിലായിരുന്നു സംഭവം. പകൽ മയക്കത്തിലായിരുന്നയാളെ മുട്ടിയുരുമിക്കൊണ്ടാണ് പാമ്പ് ഇഴഞ്ഞുകയറിയത്. ഉറങ്ങുകയായിരുന്ന ആൾ ബഹളം കേട്ട് ഉണർന്നതോടെ പാമ്പും പരിഭ്രമിച്ചു. ആൽത്തറയിലെ മാളത്തിൽ പാമ്പ് ഒളിച്ചതോടെ പരിഭ്രാന്തിയൊഴിഞ്ഞു. വിഷപ്പാമ്പ് അല്ലാതിരുന്നതിനാൽ അപകടമൊഴിവായി. ദേശീയപാത മണ്ണുത്തി മുടിക്കോടിൽ ഗതാഗതക്കുരുക്ക് നിത്യസംഭവമാകുന്നു. സർവീസ് റോഡിൽ രൂപപ്പെട്ട കുഴി അടയ്ക്കാത്തതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കുന്നത്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ മുടിക്കോട് സെന്ററിൽ ഒരാഴ്ചയിലേറെയായി ഗതാഗതക്കുരുക്ക് നിത്യസംഭവമാണ്. തിങ്കളാഴ്ച രാവിലെ അനുഭവപ്പെട്ട ഗതാഗതക്കുരുക്കിൽ പാലക്കാട് ഭാഗത്തുനിന്നും അത്യാസന്നരോഹിയുമായി വന്ന ആംബുലൻസ് അടക്കം അകപ്പെട്ടു. പ്രദേശത്ത് അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ 200 മീറ്റർ ദൂരം സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഈ ഭാഗത്ത് വലിയ കുഴി രൂപപ്പെട്ടതാണ് കുരുക്കിനിടയാക്കുന്നത്. മുടിക്കോട് മുതൽ ചെമ്പൂത്ര വരെയാണ് വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെടുന്നത്. ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുമ്പ് കിണറുണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇവിടം. വലിയ ഭാരവാഹനങ്ങളടക്കം പോകുന്നതുമൂലം കുഴിയുടെ വ്യാപ്തി വലുതായിരിക്കുകയാണ്. പ്രദേശത്ത് ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ദിവസം നോക്കണോടെ അവരടുത്ത് കോറിയസ് അടിക്കാൻ ഇന്നലെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ ലേബർ ഇല്ലാത്ത കാരണം അവർ ഇന്നലെ ചെയ്യാതെ ഇന്ന് വരാമെന്ന് പറഞ്ഞു. ഇന്ന് 5 മിനിറ്റിനുള്ളിൽ വരാമെന്ന് പറഞ്ഞു. ഇതുവരെ സാധനങ്ങൾ ചെയ്തില്ലേ. കുറേ സ്കൂൾ പിള്ളേർ, ജോലിക്ക് പോകുന്നവർ, അതേപോലെ തന്നെ ഈ ആംബുലൻസ് സർവീസുകളൊക്കെ എല്ലാവരും ബ്ലോക്കിൽ പെട്ടെടുക്കുകയാണ്. ഒന്നാമത് ഇവിടെ ഈ സർവീസ് റോഡിന് വീതിയില്ല. ഈ ഹൈവേ ഏറ്റെടുത്ത സ്ഥലം ഏറ്റെടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി വീതി ആയി സുഗമമായിട്ട് വണ്ടികൾക്ക് പോകാം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുഴി രൂപപ്പെട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും കുഴി അടയ്ക്കുവാനോ ടാറിംഗ് നടത്തുവാനോ കരാർ കമ്പനി അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. നേരത്തെ മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിൽ
കുതിരാനിലാണ് ഗതാഗതക്കുരുക്ക് ഉണ്ടാകാറെങ്കിൽ ഇപ്പോൾ മുടിക്കോടാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരിക്കുന്നത്. ഗതാഗതക്കുരുക്ക് മൂലം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് ദുരിതത്തിലാകുന്നത്. ദേശീയപാതയിലെ കുഴികളടച്ച് ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് TCV. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ സമരം തുടരുന്നു. ഇന്നും നാളെയുമാണ് സമരം. വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക, ക്ഷേമനിധി പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഭരണ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ സംയുക്തമായാണ് സമരരംഗത്തുള്ളത്. സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും ചർച്ച പരാജയപ്പെടുകയായിരുന്നു. 2 ദിവസത്തെ സൂചനാ സമരം മാത്രമായിരിക്കുമെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും വ്യാപാരികൾ അറിയിച്ചു. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം ബസ് സ്റ്റോപ്പിൽ മധ്യവയസ്കയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തി ഭാഗത്ത് ഭിക്ഷാടനം നടത്തുന്ന തമിഴ്നാട് സ്വദേശിനി 50 വയസ്സുള്ള സെൽവിയാണ് മരിച്ചത്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. എറവിൽ കനത്ത മഴയിൽ പുലർച്ചെ റോഡിന് കുറുകെ വീണ തെങ്ങിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. അരിമ്പൂർ കൈപ്പുള്ളി സ്വദേശി വലിയപുരയ്ക്കൽ വീട്ടിൽ നിജിനാണ് പരിക്കേറ്റത്. തൃശൂർ കാഞ്ഞാണി റൂട്ടിലെ സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് നിജിൻ. രാവിലെ ജോലിക്ക് പോകുമ്പോഴാണ് അപകടം നടന്നതെന്ന് കരുതുന്നു. തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും വീണ തെങ്ങാണ് അപകടത്തിനിടയാക്കിയത്. വടക്കേക്കാട് വയലത്തൂരിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിനികളടക്കം 3 പേർക്ക് പരിക്കേറ്റു. കാർ ഡ്രൈവർ വടക്കേക്കാട് കല്ലൂർ സ്വദേശി നാറാണത്ത് വീട്ടിൽ അബ്ദുൽ കയ്യൂം, ബസ് യാത്രക്കാരായ 2 വിദ്യാർത്ഥിനികൾക്കുമാണ് പരിക്കേറ്റത്. അബ്ദുൽ കയ്യൂമിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും വിദ്യാർത്ഥിനികളെ വടക്കേക്കാട് CHCയിലും പ്രവേശിപ്പിച്ചു. പെരിഞ്ഞനത്ത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. പെരിഞ്ഞനം കുറ്റിലക്കടവ് സ്വദേശി കൊച്ചത്ത് വീട്ടിൽ 52 വയസ്സുള്ള മൈത്രജനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം പഞ്ചായത്തിന് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മൈത്രജൻ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഗുരുവായൂരിൽ തെരുവുനായ വട്ടം ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരന് പരിക്കേറ്റു. പാവറട്ടി മരുതയൂർ കുണ്ടുവീട്ടിൽ കൃഷ്ണപ്രസാദിനാണ് പരിക്കേറ്റത്. പന്തായിൽ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് സെന്ററിൽ സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ K സന്തോഷ്, റസീന ഖാലിദ്, സെന്തിൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തകർന്ന ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിൽ അപകടങ്ങൾ തുടർക്കഥ. ബൈപ്പാസ് റോഡിലെ കുഴിയിൽ വീണ് യുവാവിന് ഗുരുതര പരിക്ക്. ഇരിങ്ങാലക്കുട നഗരത്തിന്റെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി നിർമ്മിച്ച ബൈപ്പാസ് റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുരുമ്പിശ്ശേരി സ്വദേശി ഐനിക്കൽ വീട്ടിൽ മഹേഷ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കുഴിയിൽ വീണ് നിയന്ത്രണം വിട്ട് മറിയുകയും മഹേഷിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. ഇയാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ബൈപ്പാസ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് 10 വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണ്. ഇരുവശങ്ങളിലും കാന നിർമ്മിക്കുകയോ നടപ്പാതകൾ ഒരുക്കുകയോ ചെയ്തിട്ടില്ല. നഗരസഭ ഇവിടെ സ്ഥാപിച്ചിരുന്ന സോളാർ വഴിവിളക്കുകൾ സാമൂഹിക വിരുദ്ധർ മോഷ്ടിച്ചു. പിന്നീട് സ്ഥാപിച്ച വഴിവിളക്കുകൾ പേരിന് മാത്രം പ്രകാശിക്കുന്നതിനാൽ പല ഭാഗങ്ങളും രാത്രിയിൽ ഇരുട്ടിലാണ്. ഇതോടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഇവിടെ തള്ളുന്നതും പതിവാണ്. മഴ പെയ്താൽ റോഡിലെ കുഴിയുടെ ആഴമറിയാതെ പല വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പതിവായി. ബൈപ്പാസ് ആരംഭിക്കുന്ന തൃശൂർ റോഡ് മുതൽ ആദ്യ ജംഗ്ഷൻ വരെയുള്ള ഒരു വശത്ത് കാന നിർമ്മിച്ച് ഇതിനു മുകളിൽ ടൈൽ വിരിച്ച് നടപ്പാത ഒരുക്കിയെങ്കിലും കാനയുടെ ഉയര വ്യത്യാസം റോഡിലെ വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ഠാണ ബസ് സ്റ്റാൻഡ് റോഡിലെ തിരക്കിൽപ്പെടാതെ കാട്ടൂർ, ചെമ്മണ്ട, കിഴുത്താണി, പൊറുത്തിശ്ശേരി ഭാഗങ്ങളിലേക്ക് എളുപ്പമെത്താൻ വാഹനയാത്രികർ ആശ്രയിക്കുന്ന ബൈപ്പാസ് റോഡിലെ അപകടക്കുഴികൾ നികത്താൻ ടാറിംഗ് നടത്തുകയോ ടൈൽ വിരിച്ച് ഉയരം കൂട്ടുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. TCV ഇരിങ്ങാലക്കുട.
അശാസ്ത്രീയ കാന നിർമ്മാണത്തിനെതിരെ മുസ്ലിം ലീഗ് ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ചേറ്റുവ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ പ്രസിഡന്റ് ഫൈസൽ കാനാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി വി ഉമ്മർ കുഞ്ഞി, ട്രഷറർ ലത്തീഫ് പാലയൂർ, ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ, MSF ജില്ലാ പ്രസിഡന്റ് ആരിഫ് പാലയൂർ, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷജീർ പുന്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ ചാവക്കാട് ദേശത്ത് ദിവസങ്ങളോളമായി ദുരിതമനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ പ്രയാസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ രാഷ്ട്രീയ പാർട്ടികളെന്ന് പറയുന്നവരും ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ഞായറാഴ്ച ആഘോഷിച്ചു. മുറജപത്തോടുകൂടി കളഭം ശാസ്താവിന് അഭിഷേകം ചെയ്തു. ശ്രീഭൂതബലിക്ക് തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 5 ആനകൾക്ക് ആനയൂട്ട് നടത്തി. എഴുന്നള്ളിപ്പിന് ദേവസ്വം ശിവകുമാർ ശാസ്താവിന്റെ തിടമ്പേറ്റി. മേളത്തിന് പെരുവനം സതീശൻ മാരാർ പ്രമാണിത്വം വഹിച്ചു. എളവള്ളി പഞ്ചായത്തിലെ ബ്രഹ്മകുളം വില്ലേജിൽ ഡിജിറ്റൽ ലാൻഡ് റീസർവേക്ക് തുടക്കമായി. തർക്കങ്ങളില്ലാത്ത ഭൂമിയാണ് ആദ്യഘട്ടത്തിൽ അളക്കുന്നത്. പിന്നീട് തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വില്ലേജ് തലത്തിലും താലൂക്ക് തലത്തിലും തർക്കപരിഹാര അദാലത്തുകൾ സംഘടിപ്പിക്കും. 6 മാസക്കാലമാണ് സർവേ പൂർത്തീകരിക്കുന്നതിനുള്ള കാലാവധി. മുരളി പെരുന്നലി MLA ഡിജിറ്റൽ റീസർവേ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, തൃശൂർ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ MA ആശ, ജനപ്രതിനിധികളായ NB ജയ, TC മോഹനൻ, ചെറുപുഷ്പം ജോണി, ശ്രീപിത ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഫൗണ്ടേഷൻ ദിനാഘോഷത്തോടനുബന്ധിച്ച് സേവന മേഖലയിലും ആതുര ശുശ്രൂഷ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച 3 പേർക്ക് അമല ഹെൽത്ത് കെയർ എക്സലൻസ് അവാർഡ് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഡോക്ടർ, നഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നീ വിഭാഗങ്ങളിലായി 3 പേർക്കാണ് പുരസ്കാരം. തെരഞ്ഞെടുക്കപ്പെടുന്ന ഡോക്ടർക്ക് 1 ലക്ഷം രൂപയും നഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിവർക്ക് 50,000 രൂപ വീതവും ആഗസ്റ്റ് 17-ന് അമല ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്ന ഫൗണ്ടേഴ്സ് ദിനാഘോഷത്തോടനുബന്ധിച്ച് സമ്മാനിക്കും. ഇന്ത്യയിലുള്ളവർക്കും അവാർഡിന് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് ജൂലൈ 30-നകം അപേക്ഷ നൽകാം. ഫൗണ്ടേഴ്സ് ഡേയുടെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 50 കുട്ടികൾക്കുള്ള സൗജന്യ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ പദ്ധതി ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ആന്റണി മണ്ണുമൽ, എക്സ്റ്റേണൽ അഫയേഴ്സ് മാനേജർ ബോർജിയോ ലൂയിസ്, PRO ജോസഫ് വർഗീസ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാധുനിക ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ യൂണിറ്റിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച ADGP P. വിജയൻ നിർവഹിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവാദ കർമ്മം നിർവഹിക്കും. 3 കോടി രൂപ ചെലവഴിച്ച് 20 കിടക്കകളോടെ അത്യാധുനിക രീതിയിൽ നവീകരിച്ച ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ യൂണിറ്റിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിചരണം മിതമായ നിരക്കിൽ ലഭ്യമാകും. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് CEO ഡോക്ടർ ബെന്നി ജോസഫ് നീലങ്കാവിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പോൾ ചാലിശ്ശേരി, മറ്റ് ഭാരവാഹികളായ ഡോക്ടർ ഷിബു കള്ളിവളപ്പിൽ, ഡോക്ടർ ജെയിൻ K. ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് നേടിയ പ്രശസ്ത ഹാർമോണിയം വാദകനായ അടാട്ട് സ്വദേശി ഹംസ ഹർഷിനെ വെളുത്തൂർ മാനവ് സംഗീത വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CC ജോസ്, K. പത്മജ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗസൽ സന്ധ്യ അരങ്ങേറി. ഈ തരത്തിലുള്ള നാടകമായിട്ടായാലും അതുപോലെ തന്നെ കുട്ടിയാനയായി വന്ന് നീണ്ട 58 വർഷത്തോളം ശ്രീ ശങ്കരംകുളങ്ങര ഭഗവതിയെ സേവിച്ച ഗജശ്രേഷ്ഠൻ ശങ്കരംകുളങ്ങര മണികണ്ഠന്റെ ഓർമ്മയ്ക്കായി പൂർണ്ണകായ ശില്പമൊരുക്കി ദേവസ്വവും നാട്ടുകാരും. പ്രമുഖ ശില്പി സൂരജ് നമ്പ്യാട്ട് കോൺക്രീറ്റിൽ നിർമ്മിച്ച ശില്പത്തിന് 10 അടിയോളം ഉയരമുണ്ട്.
1966 ഫെബ്രുവരിയിൽ ശ്രീ ശങ്കരംകുളങ്ങര ക്ഷേത്രത്തിലെത്തി തട്ടക നിവാസികളുടെ മണിയായി മാറിയ മണികണ്ഠൻ 50 വർഷത്തിലേറെ കാലം തുടർച്ചയായി തൃശൂർ പൂരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 1-ാം ചരമവാർഷിക ദിനമായ ഈ മാസം 10-ന് പൂർണ്ണകായ ശില്പം പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സൽഭവാനന്ദ ശങ്കരംകുളങ്ങര ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ അനാച്ഛാദനം ചെയ്യുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീ ശങ്കരംകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് മറുവഞ്ചേരി, സെക്രട്ടറി ഡോക്ടർ രതീഷ് മേനോൻ, ഭാരവാഹികളായ മരുതൂർ നന്ദകുമാർ, മൈലാത്ത് ഗിരീഷ് മേനോൻ, ദിനേഷ് കെ രാമദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എടമുട്ടം ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച് സമരം സംഘടിപ്പിച്ചു. കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് TU ഉദയൻ, പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി MM ഇക്ബാൽ, സുമേഷ് പാനാട്ടിൽ, ജെയ്കോ, ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി. മേപ്പാടം യുവജന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മേപ്പാടത്ത് നടന്ന അനുമോദന സദസ്സ് ഡോക്ടർ ER ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യുവജന കമ്മിറ്റി സെക്രട്ടറി KM റസാഖ് അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കളിയത്ത്, ചേലക്കര പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് T ഗോപാലകൃഷ്ണൻ, വാർഡ് മെമ്പർ LC, യുവജന കമ്മിറ്റി അംഗങ്ങളായ PM റഫീഖ്, NK ജലീൽ, യുവജന കമ്മിറ്റി ട്രഷറർ അബു താഹിർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടൂർ അലിമൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ 1983 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വെങ്കിടൻ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ബാച്ച് പ്രസിഡന്റ് PV അലി അധ്യക്ഷത വഹിച്ചു. വെങ്കിടൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പാവറട്ടി SI D വൈശാഖ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AT അബ്ദുൽ മജീദ്, മുൻ അധ്യാപകരായ ശ്രീനിവാസൻ, RP റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. പടവരാട് സൌഹൃദ ക്ലബിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ മാനസികാരോഗ്യ കേന്ദ്രം ശുചീകരിച്ചു. ക്ലബ് പ്രസിഡന്റ് ടോണി തോമസ്, സെക്രട്ടറി ആന്റോ ജോസ്, ട്രഷറർ ബിബിൻ ബേബി, ഫ്രിജോ ഫ്രാൻസിസ്, ഡെന്നി ആറ്റുപുറം, PJ ജിജോ തുടങ്ങിയവർ നേതൃത്വം നൽകി. കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിൽമ ചെയർമാനും കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന ബാലന്റെ 3-ാം ചരമ വാർഷിക അനുസ്മരണ സമ്മേളനം ബുധനാഴ്ച DCC ഓഫീസ് ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അനുസ്മരണ സമ്മേളനം UDF സംസ്ഥാന കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KC വിജയൻ 100 കർഷകരെ ആദരിക്കും. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ, സംസ്ഥാന സെക്രട്ടറി KN ഗോവിന്ദൻകുട്ടി, ജില്ലാ സെക്രട്ടറിമാരായ ഷാജി ചിറ്റിലപ്പള്ളി, PK ബീന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം മണ്ഡലത്തിലെ പെരുംതോട് വലിയതോട് ജനകീയ ശുചീകരണം ഈ മാസം 20-ന് നടക്കും. പെരുംതോട് വലിയതോട് 2017 മുതൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകളും മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെയുമാണ് തോട് സംരക്ഷിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം തോട് നവീകരിക്കാൻ 3 പ്രാവശ്യം ടെൻഡർ വിളിച്ചെങ്കിലും ആരും ടെൻഡർ എടുത്തിരുന്നില്ല. ഇലക്ഷന്റെ ഭാഗമായി വന്ന പെരുമാറ്റച്ചട്ടവും തോട് നവീകരിക്കാൻ വിലങ്ങുതടിയുമാകുകയായിരുന്നു. വീണ്ടും ടെൻഡർ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും തോട് ശുചീകരിക്കാൻ സമയമെടുക്കുമെന്നതിനാലാണ് ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന ജൂലൈ 20-ന് പെരുംതോട് വലിയതോട് ശുചീകരിക്കാൻ ഇറങ്ങുന്നതെന്ന് ET ടൈസൺ MLA, മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് CK ഗിരിജ എന്നിവർ അറിയിച്ചു. ഗായകനും സംഗീത സംവിധായകനും ശില്പിയുമായ പഴനി സാജു അനുസ്മരണം ചലച്ചിത്ര പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു.
ആഞ്ജനേയം ഷഷ്ടി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ടി.എ. സുനിൽ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.പി. ആലി, വാർഡ് മെമ്പർ ക്ലെമൻ ഫ്രാൻസിസ്, രത്നൻ മുല്ലശ്ശേരി, ടി.എം. വിജയൻ, സി.എ. ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ചെയ്യേണ്ടതാണ് കാലഘട്ടമായി. കാരണം ഇതിന്റെ അങ്ങനെ സംഭവിക്കും. തോളൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി ജില്ലാ പഞ്ചായത്ത് ഇലക്ട്രിക് ഓട്ടോറിക്ഷ കൈമാറി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഓട്ടോറിക്ഷ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി. കെ. രഘുനാഥൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീന വിൽസൺ, സരസമ്മ സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീകല കുഞ്ഞുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ ജില്ലാ സമ്മേളനം ഈ മാസം 10, 11 തീയതികളിൽ നെല്ലായി, കൊളത്തൂർ, കാവലൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. 17 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള 375 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ KSKTU ജില്ലാ പ്രസിഡന്റ് M.K. പ്രഭാകരൻ, സംഘാടക സമിതി ചെയർമാൻ P.K. ശിവരാമൻ, കൺവീനർ K.J. ഡിക്സൺ, ട്രഷറർ E.K. അനൂപ് എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മെറിറ്റ് ഡേ ജില്ലാ സബ് കളക്ടർ അതുൽ സാഗർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി. സ്കൂൾ മാഗസിൻ പ്രകാശനം ചടങ്ങിൽ നടന്നു. എരുമപ്പെട്ടി ഫെറോന പള്ളി സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ആൻസിലിൻ പൂവത്താനം, PTA പ്രസിഡന്റ് ബിജു ജോർജ്, MPTA പ്രസിഡന്റ് സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞിരക്കോട് ഗ്രാമീണ വായനശാലയുടെ വായനാ പക്ഷാചരണത്തിന്റെ സമാപനവും ഗ്രന്ഥലോകം ക്യാമ്പയിനും എരുമപ്പെട്ടി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് OM ഷീജൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് TS മായാദാസ്, PN ബാലചന്ദ്രൻ, KK സുകുമാരൻ, PV ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ വിജയം തേടിയവരെ അനുമോദിച്ചു. സിനിമാ പിന്നണി ഗായകൻ സന്നിധാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബീന രമേശ്, TP ലോറൻസ്, അംഗങ്ങളായ ഗഫൂർ കടങ്ങോട്, KR സിമി തുടങ്ങിയവർ പങ്കെടുത്തു. SN പുരം റൈഡേഴ്സ് ക്ലബിന്റെ ഓഫീസ് ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈക്കിൾ റേസിംഗ് ചാമ്പ്യനും അന്താരാഷ്ട്ര താരവുമായ സുദേവ് ലോഗോ പ്രകാശനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് അനു കാരണത്ത് അധ്യക്ഷത വഹിച്ചു. TG രാജൻ, നിസാം അമിറ്റി, അബ്ദുൽ മജീദ്, ശരത് എന്നിവർ സംസാരിച്ചു. മൂന്നുമുറി SNDP ശാഖയുടെ പൊതുയോഗവും SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് ദാനവും കൊടകര SNDP യൂണിയൻ കൌൺസിലർ നന്ദകുമാർ മലപ്പുറം ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് സുരേഷ് കളപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രഭാകരൻ മുണ്ടയ്ക്കൽ, സുമാർ ഷാജി, വിശ്വനാഥൻ കാട്ടുങ്ങൽ, രവി ചെമ്പകശ്ശേരി എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി 4 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. ന്യൂനമർദ്ദപാത്തിയും ചക്രവാത ചുഴിയും വീണ്ടും രൂപപ്പെട്ട സാഹചര്യത്തിലാണിത്. ഇതിനൊപ്പം ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6725, പവന് 53,800. വെള്ളി ഗ്രാമിന് 99,
പ്ലാറ്റിനം ഗ്രാമിന് 3715 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസിന് ഗുണ്ടാ നേതാവിന്റെ ഭീഷണി. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും ബോംബ് വെച്ച് തകർക്കുമെന്നാണ് ഫോണിൽ ഭീഷണി സന്ദേശം വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട ഗുണ്ടാ നേതാവ് തീക്കാറ്റ് സാജനെതിരെ പോലീസ് കേസെടുത്തു. കോർപ്പറേഷൻ മേയറുടെ നിരന്തരമായ സുരേഷ് ഗോപി പ്രശംസയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി സിപിഐ. മേയർ എം കെ വർഗീസ് സ്ഥാനം ഒഴിയണമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ്. മേയർ എം കെ വർഗീസ് സ്ഥാനം ഒഴിയണമെന്നുള്ളത് സിപിഐയുടെ അഭിപ്രായമാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വർഗീസ്. കരുവന്നൂർ കള്ളപ്പണക്കേസിലെ രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നതിനിടെയാണ് രേഖകൾ ഇഡി കസ്റ്റഡിയിലെടുത്തത്. കൊരട്ടി ചിറങ്ങരയിൽ വീട് കുത്തി തുറന്ന് കവർച്ച. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 35 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 8000 രൂപയും കവർന്നു. ജലവിതരണ വകുപ്പും കരാറുകാരനും തമ്മിൽ തർക്കം. കുടിവെള്ളം മുട്ടി വടക്കാഞ്ചേരി വീരോലിപ്പാടം ചെന്നിക്കര മേഖലയിലെ 200ഓളം കുടുംബങ്ങൾ. ആൽത്തറയിൽ ഉറങ്ങിക്കിടന്ന ആളെ തൊട്ടുരുമ്മി ഇഴഞ്ഞു നീങ്ങി പാമ്പ്. പാമ്പിഴഞ്ഞു നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ വൈറലായി. ദേശീയപാത മണ്ണുത്തി മുടിക്കോടിൽ ഗതാഗതക്കുരുക്ക് നിത്യസംഭവമാകുന്നു. സർവീസ് റോഡിലെ കുഴി അടയ്ക്കാത്തതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.